മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാനെന്ന പേരിൽ പിരിച്ച ഫണ്ട് മുക്കിയ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് വിത്ത് വയനാട് ആപ്പിലെ വിവരങ്ങൾ എന്ന പേരിൽ IT വിദഗ്ധനായ രജിത് രാമചന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാണല്ലോ. അത് അഭിരാമിയുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നോ? ആ ഒരു പോസ്റ്റ് ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും വ്യാപകമായിട്ട് തന്നെയാണ് പ്രചരിക്കുന്നത്. കോൺഗ്രസിനെതിരായ ഒരു ആയുധം എന്ന നിലയിൽ CPM സൈബർ ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടും രജിത് രാമചന്ദ്രന്റെ ഈ ഒരു FB പോസ്റ്റ് പ്രചരിപ്പിക്കുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായിട്ട് ആപ്പിലൂടെ 3 കോടിയിലധികം രൂപയാണ് കോൺഗ്രസ് പിടിച്ചതെന്നും പുറത്തുവിട്ട കണക്കും എന്നാൽ ആപ്പിലുള്ള കണക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നും പക്ഷേ ടോട്ടൽ ഒന്നാണെന്നുമാണ് രജിത് രാമചന്ദ്രൻ പറയുന്നത്. ഈ എറണാകുളം അടക്കമുള്ള ഭൂരിപക്ഷ ജില്ലകളിൽ നിന്നും 15 ലക്ഷം രൂപ പോലും ലഭിച്ചതായി കണക്കിലില്ലെന്ന് പറയുമ്പോൾ തന്നെ കോട്ടയം പോലെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് 4 ലക്ഷത്തിന്റെ കുറവാണ് കണക്കിലുള്ളത് എന്നും FB പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനു പുറമെ വൻകിട സംഭാവനകൾ, സർവീസ് സംഘടനകൾ, പ്രവാസി സംഘടനകൾ എന്നിവർ കൊടുത്ത പണത്തിന്റെ കണക്കുകളും ആപ്പിൽ ഇല്ലെന്നാണ് വാദം. അതേസമയം തന്നെ ആപ്പ് വഴി അല്ലാതെ പിടിച്ചൊരു 10 ലക്ഷത്തിന്റെയും ഒരു 20 ലക്ഷത്തിന്റെയും രേഖകൾ ആപ്പിൽ ഉണ്ട് എന്നതും വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ മാസത്തെ കണക്ക് ഈ ഒരു ആപ്പിൽ നിന്നും അപ്രത്യക്ഷമായി എന്നതാണ്. ഈ ഒരു മാസത്തെ മുഴുവൻ ഡാറ്റയും കാണാനില്ലെന്നൊരു വാദം ഏറ്റെടുത്താണ് CPM സൈബർ ഹാൻഡിലുകൾ ഇത്തരത്തിൽ പണപ്പിരിവിന്റെ പേരിൽ കോൺഗ്രസിൽ വ്യാപക തട്ടിപ്പ് നടത്തിയെന്നൊരു പ്രചരണം കൊഴുപ്പിച്ചിരിക്കുന്നത്. ഈ പുറത്തു വന്ന ഈ ഒരു വിവരങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദന തന്നെയാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഫേസ്ബുക്കിലൂടെ രജിത് രാമചന്ദ്രൻ പുറത്തുവിട്ട കണക്കുകൾ കൂടി ഒന്ന് പറയോ? അതും ഒന്ന് അറിയണല്ലോ. ഈ ഒരു മുഖ്യ ആപ്പിലെ വിവരങ്ങൾ എന്ന പേരിൽ അദ്ദേഹം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കോൺഗ്രസ് സമാഹരിച്ച തുക എന്ന് പറയുന്നത് 3,78,68,718 രൂപയാണ്. ആകെ നടന്ന ഇടപാടുകളായി പറയുന്നത് 22,702 ഇടപാടുകളാണ്. ആപ്പിൽ ഇല്ലാത്തതായി അദ്ദേഹം പറയുന്നത് 2024 സെപ്റ്റംബർ മാസത്തെ കണക്കുകളാണ്. ഈ ഒരു മാസത്തെ മുഴുവൻ ഡാറ്റയും കാണാനില്ലെന്നും ഇത് മുഴുവനായി മുഖ്യെന്നുമാണ് ആക്ഷേപം. ഈ ഒരു ആപ്പ് ലൈവ് ആക്കാൻ 1 മിനിറ്റ് പോലും വേണ്ട എന്നാണ് ഈ ഒരു IT വിദഗ്ധൻ പറയുന്നത്. ഈ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വ്യാപകമായിട്ട് പണം പിടിച്ചിട്ടും അക്കൗണ്ടിലെത്തിയത് വെറും 5.38 കോടി മാത്രമാണെന്ന കണക്ക് പുറത്തുവിട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഈ ഒരു വെളിപ്പെടുത്തലോടെ ആകെ നാണം കെട്ടിരിക്കുന്നത്. ഈ 150 കോടിയോളം പിടിച്ചതായിട്ടാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് മുമ്പ് പുറത്തുവന്ന വിവരമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസ് തന്നെ പറയുന്നത്. 54 കോടി രൂപയിലേറെ കിട്ടിയതായിട്ട് രേഖപ്പെടുത്തിയ ആപ്പിന്റെ സ്ക്രീൻഷോട്ടുകളും ഇതോടൊപ്പം തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നത് എന്തായാലും ഗൗരവമായി തന്നെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. ഈ ദുരന്തമുഖത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പിടിച്ച മുഴുവൻ പണവും അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ അതിലും കൈയിട്ട് വാരി അടിച്ചു മാറ്റുന്നത് ആരായാലും അവർ പൊതുപ്രവർത്തനം നടത്താൻ എന്തായാലും യോഗ്യരല്ല. അത്തരക്കാരെ ഏത് കൊമ്പത്തുള്ളവരാണെങ്കിലും കർശന നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് തയ്യാറാകേണ്ടത്.